ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോജനസ് ഗ്രോത്ത് തിയറിയായ ആരോസ് ലേണിംഗ് ബൈ ഡൂയിങ് മോഡലാണ്. കെന്നത്ത് ജെ ആരോ ആണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത് 1962. ഹി വാസ് ദ ഫസ്റ്റ് ഇക്കോണമിസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ഇൻ 1962. അതായത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്കോണമിസ്റ്റ് ആണ് കെന്നത്ത് ജെ ആരോ, KJ ആരോ. 1962 അദ്ദേഹം ഫോളോ ചെയ്ത ഗ്രോത്ത് പ്രോസസ്സാണ് എൻഡോജനസ് ഗ്രോത്ത് പ്രോസസ്. He took on the view that the level of learning coefficient is a function of cumulative investment. അദ്ദേഹം ലേണിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞു ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. എൻഡോജനസ് ഗ്രോത്ത് പ്രോസസ്സാണ്. ഇതിൽ ലേണിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലേണിംഗ് കോഎഫിഷ്യൻ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് പാസ്റ്റ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്. Unlike Calder, Arrow sought to associate the learning function not with the rate of growth ill investment but rather with the absolute level of knowledge already accumulated. ഇപ്പം നമ്മൾ കാൾഡറിലൊന്നും കണ്ട പോലെ അല്ല ആരോൻ്റെ ഒരു തിയറി. ആരോൻ്റെ തിയറിയിൽ ശരിക്കും ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ലെവൽ ഓഫ് നോളജിൻ്റെ അക്യുമുലേഷനാണ് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതായത് നോളജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. Because Arrow claimed that the new machines are improved and more productive versions of those in existence. Investment does not only induce productivity growth of labor on existing capital, but it would also improve the productivity of labor upon all subsequent machines made in the economy. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വഴി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ലേബർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ കൂടെ തന്നെ ലേബർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് സം ന്യൂ മെഷീൻസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെഷീൻസും കൂടി ഉണ്ടെങ്കിലാണ് ഈ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത്, ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്ത് അത് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. The trick is to utilize the concept that while firms face constant returns, the industry or economy as a whole takes increasing return to account. അതായത് നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ഫോളോ ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ അവിടെ പുതിയ മെഷീൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പുതിയ മെഷീൻസിൻ്റെ എക്സിസ്റ്റൻസ് വഴി അവരുടെ പ്രൊഡക്ടിവിറ്റി, ലേബർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ലേബർ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ലേബറിൻ്റെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ ട്രിക്ക് ഈസ് ടു യൂട്ടിലൈസ് ദ കോൺസെപ്റ്റ് വിച്ച് ദ ഫേംസ് face constant return, the industry or economy as a whole takes increasing return to account. അതൊരു ഇൻക്രീസിങ് റിട്ടേൺ ടു അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഈ ഒരു മോഡലിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചുകൊണ്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം, YI ഈക്വൽ AI KI LI, KI റേസ് ടു A LI റേസ് ടു I മൈനസ് A. അതാണ് അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു ഫേമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ. വേർ വൺ ക്യാൻ നോട്ട് ദ ഔട്ട്പുട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫേം ഈസ് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ, ലേബർ ആസ് വെൽ ആസ് ഓഗ്മെൻറ്റേഷൻ ഫാക്ടർ മൈറ്റ് ദസ് റിട്ടേൺ ലുക്ക് സ്പെസിഫിക് ടു ദ ഫേം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനായിട്ടാണ് പറയുന്നത്? ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും അതുപോലെ ഈ ഓഗ്മെൻറ്റ് ചെയ്യുന്ന ഫാക്ടർ, ഈ എൻഡോജനസ് ഫാക്ടർ അല്ലെങ്കിൽ ഓഗ്മെൻറ്റേഷൻ ഫാക്ടറിൻ്റെയും കൂടെ ഫംഗ്ഷനാണ് ഔട്ട്പുട്ട്. നമ്മൾ സാധാരണ പറയുന്നത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഒക്കെയാണ് ഔട്ട്പുട്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ക്യാപിറ്റലും ലേബറും മാത്രം പോരാ, ഇതിന് പ്രൊഡക്റ്റീവ് ആക്കാനായിട്ടുള്ള സം മെഷീൻസ് ആർ ഓൾസോ ഇംപ്രൂവ്ഡ്, അല്ലെങ്കിൽ സം മെഷീൻസിൻ്റെ എക്സിസ്റ്റൻസ് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഓഗ്മെൻറ്റേഷൻ ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, AI. ഇതൊരു സിംഗിൾ ഫോം കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സ്മോൾ ലെറ്റർ I എന്ന് കാണിച്ചിരിക്കുന്നത്. ദിസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ആരോ ആർഗ്യൂഡ് ഈസ് കോമൺ ടു ഓൾ ഫേംസ്. അതായത് ഈ നോളജും എക്സ്പീരിയൻസും എല്ലാ ഫേംസിനെയും ഒരേപോലെ അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ടാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ നോളജ് ഈസ് അക്യുമുലേറ്റഡ്. എങ്ങനെയാണ് ഈ നോളജ് അക്യുമുലേറ്റ് ചെയ്യുക? ഹൗ ദ നോളജ് ഈസ് അക്യുമുലേറ്റഡ്. ആരോ ആർഗ്യൂഡ് ദാറ്റ് ഇറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓൾ ഫേംസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് റേസ് ചെയ്തിരിക്കുന്നത് ഹൗ നോളജ് ഈസ് അക്യുമുലേറ്റഡ്, എങ്ങനെ നോളജ് അക്യുമുലേഷൻ നടത്താം. ആരോ ആർഗ്യൂ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു പാസ്റ്റ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നോളജ് അക്യുമുലേഷൻ നടത്താം. ഇനി ഇവിടെ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ്
കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ജി ആണ്, ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. ആരോ അസ്യൂം ദാറ്റ് ടെക്നിക്കൽ ഓഗ്മെന്റേഷൻ ഫാക്ടർ ഇസ് റിലേറ്റഡ് ടു ഇക്കോണമി വൈൽ അഗ്രിഗേറ്റ് ക്യാപിറ്റൽ ഇൻ എ പ്രോസസ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ഇൻ അതർ വേർഡ്സ്, എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ ഡൂയിങ് മീൻസ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് അല്ലേ. എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്ന് മാത്രമാണ്? പാസ്റ്റ് അല്ലെ, പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവുന്നത്. എക്സ്പീരിയൻസ് ഓഫ് എ പർട്ടിക്കുലർ ഫേം ഇസ് റിലേറ്റഡ് ടു ദ സ്റ്റോക്ക് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഇൻ ദ ഇക്കോണമി. ജി, എക്സ്പീരിയൻസ് ഓഫ് പർട്ടിക്കുലർ ഫേം ഇസ് റിലേറ്റഡ് ടു സ്റ്റോക്ക് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഇൻ ദ ഇക്കോണമി. അതാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ ജി. അത് നമ്മളൊരു ഫങ്ഷണൽ ഫോമിൽ എഴുതിയിരിക്കുകയാണ്. എ ഐ എന്ന് പറയുന്നത് ഏതിന് ഈക്വലന്റ് ആണ്? ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആണ്, ക്യാപിറ്റൽ ജിക്ക് ഈക്വൽ ആണ്. എ ഐ ഈക്വൽ ക്യാപിറ്റൽ ജി റേസ് ടു ഇസെറ്റ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Thus, as the physical capital stock G accumulates, ഇവിടെ നമ്മൾ പറഞ്ഞ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്റ്റോക്ക്, ഫിസിക്കൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ജി ആണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. നോളജ് യൂസ്ഡ് ബൈ ദ പർട്ടിക്കുലർ ഫേം ഓൾസോ അക്യുമുലേറ്റ് ബൈ എ പ്രപ്പോർഷൻ ഇസെറ്റ്. അപ്പം അങ്ങനെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റ് നോളജിന്റെ അക്യുമുലേഷൻ കാണിക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലെറ്ററാണ് ഇസെറ്റ്. ഇസെഡ് എന്ന് പറയുന്നത് such that 0 less than 1. Transferring to the production function of an individual firm, then yi equal നമ്മുടെ ഈ ഒരു ഒറിജിനൽ ഇക്വേഷൻ ai ki a raised to a li raised to i minus a എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മളിവിടെ ai സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് g raised to z. g raised to z വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി അതുപോലെ തന്നെ സെയിം ആയിട്ട് എഴുതുന്നു. where g does not have a subscript i. ജിക്ക് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ഐ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ജിക്ക് സബ്സ്ക്രിപ്റ്റ് ഐ കൊടുക്കാത്തത്? ഇറ്റ് ഈസ് നോട്ട് പർട്ടിക്കുലർ ടു ദ ഫേം. ഒരു ഫേമിന്റെ കേസ് മാത്രമല്ല നമ്മൾ പറയുന്നത്, എല്ലാ ഫേമുകൾക്കും ഒരു ഇൻഡസ്ട്രിക്ക് മുഴുവനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എല്ലാ ഫേമുകൾക്കും കൂടിയിട്ട് ജനറലൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണ്ട? ക്യാപിറ്റൽ, അതായത് സ്മോൾ ലെറ്റർ ഐ എന്നുള്ളത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, സബ്സ്ക്രിപ്റ്റ് ഐ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബട്ട് ഇൻ ദ അഗ്രിഗേറ്റ് ഹൗഎവർ ജി ഈക്വൽ ടു കെ. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് ആയിട്ട് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഗ്രിഗേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജിയും കെയും ഈക്വലൈസ് ചെയ്ത് അതിന് ഈക്വലൈസേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കിവിടെ ജി റെപ്രസെന്റ് ചെയ്യേണ്ട, കെയിൽ തന്നെ ജിയും കെയും ഈക്വൽ ആണ്. Since it is the only accumulated stock of capital for the economy, therefore economy-wide aggregate production function, economy-യുടെ aggregate production function represent ചെയ്യാനായിട്ട് capital Y equal, ഇവിടെ നമ്മളൊരു അഗ്രിഗേറ്റ് കാണിക്കുന്നതുകൊണ്ട് പിന്നെ ഫേം വൈസ് അല്ല കാണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ വൈ ആയി ഈക്വൽ കെ റേസ് ടു എ. കെ ഐ എന്നുള്ളതിൽ ഐ കളഞ്ഞു, അത് ഫേം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ ഐ കളഞ്ഞു. നമുക്കിവിടെ എക്സ്പൊണൻ്റ് ആയിട്ട് എ പ്ലസ് ഇസെഡ്, പ്ലസ് ഇസെഡ് എന്ന് കാണിക്കാൻ കാരണം ക്യാപിറ്റൽ കെ ഈക്വൽ ടു ക്യാപിറ്റൽ ജി. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ പവർ ആഡ് ചെയ്ത് എഴുതാം. എ പ്ലസ് ഇസെഡ് എൽ റേസ് ടു സ്മോൾ ലെറ്റർ ഐ എന്നുള്ളത് മാറി ക്യാപിറ്റൽ ഐ മൈനസ് എ. എല്ലിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഐയും മാറി, ഫേം മാറി അഗ്രിഗേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇതും ക്യാപിറ്റൽ ലെറ്റർ ആയി. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആയി. നമുക്ക് ഇവിടെ പവർ ആയതുകൊണ്ട് അതിനെ കളയാൻ പറ്റില്ല. അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതി. ഇവിടെ നമുക്ക് ആ ഒരു സിംഗിൾ ഫേം എന്ന് കാണിക്കുന്ന സ്മോൾ ലെറ്റർ ആയി നമ്മളിവിടെ ഒഴിവാക്കി. ഓക്കെ. Therefore, increasing only capital or only labor does not lead increasing returns. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാപിറ്റലോ ലേബറോ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട്, നമ്മൾ കഴിഞ്ഞ മോഡലുകളിലൊക്കെ കണ്ടത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ വഴി ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് അറ്റൈൻ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ഓൺലി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓൺലി ലേബർ വി കാൺട്ട് ഇൻക്രീസ് ദ റിട്ടേൺസ്. വി ക്യാൻ ഒബ്റ്റെയിൻ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആസ് എ പ്ലസ് ഇസെഡ് പ്ലസ് ഐ മൈനസ് എ ഈക്വൽ ഇസെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ പറയുകയാണ് നമ്മുടെ ഈ ഒരു എല്ലാ പവറും കൂടെ ആഡ് ചെയ്ത് എ പ്ലസ് ഇസെഡ് പ്ലസ് ഐ മൈനസ് എ, അതായത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്
ഈക്വൽ ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0. നമുക്കിവിടെ ഏത് ഗ്രേറ്റർ ആയിട്ട് വരണം? ഇസഡിൻ്റെ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് വരണം. ബട്ട് ക്യാപിറ്റൽ ആൻഡ് ലേബർ മസ്റ്റ് ബോത്ത് എക്സ്പാൻഡ്. ക്യാപിറ്റലും ലേബറും രണ്ടും എക്സ്പാൻഡ് ചെയ്യണം. ഹൗഎവർ by adding this restriction, Arrow's original model exhibit non-increasing return to scale. പക്ഷേ ആരോൻ്റെ ഒറിജിനൽ മോഡലിൽ എക്സിബിറ്റ് ചെയ്യുന്നത് നോൺ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നോൺ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ആൻ എക്കോണമി സ്റ്റഡി, റേറ്റ് ഓഫ് ഗ്രോത്ത് ഇക്കോണമിയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് സ്റ്റഡി ഗ്രോത്ത് ആണെങ്കിലും അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് നോൺ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആരോൻ്റെ മോഡലാണ്. ആരോൻ്റെ മോഡലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്ങിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എൻഡോജനസ് ഗ്രോത്ത് തിയറിയാണ്. എൻഡോജനസ് ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ തന്നെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത്. ഇൻസൈഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ മോഡലുകളിലെല്ലാം തന്നെ ലേബർ ക്യാപിറ്റൽ റേഷ്യോയിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ടാണ് ഇക്കണോമിക് ഗ്രോത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പുതിയതായിട്ട് കോൺസെപ്റ്റ് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാസ്റ്റ് നോളജ്, അല്ലെങ്കിൽ നമ്മുടെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള നോളജ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ അക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോളജ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇത് ആണ് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ലേബറിനെയും ക്യാപിറ്റലിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റലിനെയും ലേബറിനെയും ഒക്കെ ഒരു ഇൻക്രീസിങ് റിട്ടേണിലേക്ക് മൂവ് ചെയ്യിക്കുന്നതായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ദിസ് ലേണിംഗ് ഓർ ദിസ് നോളജ് ഓർ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ന്യൂ മെഷീൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം. ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു നമ്മുടെ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പാസ്റ്റ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു മോഡൽ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ സെയിം ഫോർമാറ്റിലുള്ള ഒരു മോഡലാണ്. അതിൽ ചെറിയ ഡിഫറൻസുകളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഓഗ്മെൻറ്റിംഗ് ഫാക്ടറാണ്. ഒരു എൻഡോജനസ് ഫാക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഒരു ഓഗ്മെൻറ്റേഷൻ ഫാക്ടർ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇവിടെ ക്യാപിറ്റൽ എ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഫേമിൻ്റെ കേസാണെന്ന് കാണിക്കാൻ സ്മോൾ ലെറ്റർ ഐ വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഫോം ചെയ്തു. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് ഫോർമാറ്റ് നമ്മൾ കൊടുത്തു. അഗ്രിഗേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ കാണിച്ചു. അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിച്ചതിലാണ് നമ്മൾ ജി എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നതും ഈക്വലൈസ് ചെയ്ത്, അതായത് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയും എയും ഈക്വലൈസ് ചെയ്ത് ആ ഇക്വേഷൻ വേറൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി കെയും എല്ലും മാത്രമുള്ള ഒരു അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാക്കി നമ്മൾ എഴുതി. ലാസ്റ്റ് നമ്മൾ പറയുന്നു ആരോൻ്റെ ഒറിജിനൽ മോഡലിൽ റിട്ടേൺ ടു സ്കെയിൽ എങ്ങനെ തന്നെയാണ്, നോൺ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ തന്നെയാണ് അദ്ദേഹം എക്സിബിറ്റ് ചെയ്യുന്നത് ഇഫ് the rate of growth in economy is steady. Economic growth steady ആണെങ്കിൽ പോലും he exhibit the non-increasing return to scale. ഓക്കെ, ഈ ഒരു വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.